കടുത്തുരുത്തിയിൽ 25 വർഷക്കാലം അദ്ദേഹം MLA ആയിരിക്കുമ്പോൾ എത്ര പദ്ധതികളാണ് സർക്കാർ അനുവദിച്ചത്, നടക്കാതെ പോയത്. ഇപ്പോ നമ്മുടെ വെള്ളൂർ വെളിയന്നൂർ കുടിവെള്ള പദ്ധതി, നമ്മുടെ ഈ മേഖലയിൽ എല്ലാവർക്കും കുടിവെള്ളം ലഭ്യമാക്കാൻ കഴിയുന്ന തരത്തിൽ 1.5 കോടി രൂപ നമ്മുടെ ഗവൺമെന്റ് ജലവിഭവ വകുപ്പ് അനുവദിച്ച് പണി ഏതാണ്ട് എനിക്ക് തോന്നുന്ന ടാങ്കിന്റെ പണി പൂർത്തിയായി. ഇപ്പോഴും അത് കമ്മീഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇത്തരത്തിൽ ഒട്ടേറെ പദ്ധതികൾ മുടങ്ങിക്കിടക്കാം. എന്നതുപോലെ തന്നെ വേറൊരു തട്ടിപ്പ് അദ്ദേഹം പറഞ്ഞത് ഞീഴൂര് അറുന്നൂറ്റിമംഗലം കീഴൂർ റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഇപ്പോ കുഴിയടക്കലിൽ ഏർപ്പെട്ടിരിക്കുകയാണല്ലോ. എന്റെ കയ്യിൽ നിന്ന് പണം മുടക്കി കുഴിയടയ്ക്കാന്ന് പറഞ്ഞു. വാസ്തവത്തിൽ 4 വർഷം മുമ്പ് വാട്ടർ അതോറിറ്റി അവിടെ ട്രെഞ്ച് എടുത്തപ്പോ ഡാമേജ് ഉണ്ടായ റോഡ് നന്നാക്കാൻ വേണ്ടി 35 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ആ പണം ഉപയോഗപ്പെടാതെ ഇപ്പോഴും കിടക്കുക. എന്നിട്ട് PWD പണം അനുവദിക്കുന്നില്ല എന്നുള്ള വാദഗതി ഉയർത്തി പണം അനുവദിക്കുകയും ചെയ്തു, ടെൻഡർ ചെയ്തു. കോൺട്രാക്ടർമാര് പിടിച്ചില്ലെന്നാണോ എനിക്ക് തോന്നുന്നത്, അതോ എബോവിലോ മറ്റു പിടിച്ചെന്ന് എനിക്കറിയാം, എനിക്ക് സംശയം ഉണ്ടാക്കരുത്. എന്താണെങ്കിലും ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, കോൺട്രാക്ടർമാരുടെ അസോസിയേഷന്റെ പ്രസിഡന്റാണ് ഞാൻ. സംസ്ഥാന തലത്തിൽ അത്രയും വലിയ പദവിയിലിരിക്കുന്ന ആള് ഏതെങ്കിലും ഒരു കോൺട്രാക്ടറോട് പറഞ്ഞിട്ട് ആ പണിയെടുപ്പിച്ച് യഥാസമയം ചെയ്യുന്നതിന് പകരം തെരഞ്ഞെടുപ്പ് സമയത്ത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ പറ്റുന്ന തരത്തിൽ കുഴിയടക്കുകയാണ്. ഇത്തരത്തിലേക്കുള്ള തുക്കളക്ക് പരിഷ്കാരം എന്ന് പറഞ്ഞ പോലെയുള്ള പ്രവർത്തനങ്ങളാണ് MLA. തെരഞ്ഞെടുപ്പ് എടുത്തപ്പം ജനങ്ങൾ ഇതെല്ലാം ചോദിക്കാൻ തുടങ്ങിയപ്പോ അദ്ദേഹത്തിന്റെ സമനില വിട്ടിപ്പോ ജനങ്ങളുടെ മേൽ കുതിര കയറാനുള്ള ശ്രമമാണ് നടത്തുന്നത്. എന്റെ 1ാം അധ്യായം മാത്രമാണ്. ഇനി വേണമെങ്കിൽ 1 ഡസൻ അധ്യായങ്ങൾ ഈ നിയോജകമണ്ഡലത്തിൽ മുടങ്ങിക്കിടക്കുന്ന സർക്കാർ പണം അനുവദിച്ചിട്ടും നടക്കാതിരിക്കുന്ന ഒട്ടേറെ പദ്ധതികളെ കുറിച്ച് വേണമെങ്കിൽ ഇനിയും പറയാം. ഈ കാര്യത്തെ സംബന്ധിച്ച് MLAയുടെ വിശദീകരണം കേട്ടതിന് ശേഷം ബാക്കി കാര്യം തുടങ്ങാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.